ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേബിക്കുള്ള കുറച്ച് കുട്ടി ഉടുപ്പൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, നല്ല അടിപൊളി ഉടുപ്പൊക്കെ എടുത്തിട്ടുണ്ട്. കാണാം, വൈറ്റ് കളർ ഉണ്ട്, പിങ്ക് ഉണ്ട്, പുള്ളിയുണ്ട്, അങ്ങനത്തെ ഉണ്ട്, ഇങ്ങനത്തെ ഉണ്ട്, മറ്റേ ഉണ്ട്, മറിച്ചുണ്ട്, എല്ലാ ഡിസൈനും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് കാണിക്കാമെന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇതെന്താ പഴയ തുണിയാണ് ഇങ്ങനെ കൊച്ചിന് ഇടുന്ന ന്യൂൺ ബേബിക്കൊക്കെ ഇടുന്നതെന്ന്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് കഴുകി, ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നിന്നും ഇതിങ്ങനെ ഉണ്ടാക്കിയൊക്കെ കൊണ്ടുവരുന്നില്ലേ. അപ്പൊ കുഞ്ഞു ബേബിക്ക് അതുകൊണ്ട് പെട്ടെന്ന് ചിലപ്പോൾ റിയാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇത് എന്തൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നതാണെന്ന് നമുക്കറിയത്തില്ല. അപ്പൊ അത് നമ്മൾ ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിളപ്പിച്ച വെള്ളത്തിനകത്ത് അത് ആറിയിട്ട് മറ്റേ ബേബി ഷാമ്പൂ ഒക്കെ ഇട്ട് കഴുകി സെറ്റാക്കിയതാണ്. ഇത് ഈ വീഡിയോ ഇടുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ എല്ലാവരും പറയും ഇത് നീ എപ്പോ നോക്കിയാലും ഇങ്ങനത്തെ വീഡിയോ ആണല്ലോ ഇടുന്നത്, ഇതെന്താ നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ്. അറിയാവുന്നവര് കാണണ്ട, സ്കിപ്പടി അത് വിട്ടോ, ആ വീഡിയോ അങ്ങ് കളഞ്ഞേക്ക്. പക്ഷേ ഇത് അറിയാൻ വയ്യാത്തവരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ്. ഇത് ജച്ച ചെയ്യാൻ വേണ്ടിയിരുന്ന വീഡിയോ ആണ്. അപ്പൊ ജച്ചാക്ക് അത് ചെയ്യാനുള്ള മൂഡില്ല, വയ്യാണ്ട് കിടക്കുകയാണ്. അപ്പൊ ഞാനോർത്ത് എന്തായാലും അന്നെങ്കിൽ ഞാൻ എടുത്തിട്ടേക്കെ എല്ലാവർക്കും ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ഇടുന്നതിൽ നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ നെഗറ്റീവ് അടിച്ച് കമന്റ് ഇടുന്നവര് ഈ നല്ലത് കാണുമ്പോൾ സപ്പോർട്ട് അടിച്ചും കൂടെ കമന്റ് ഇട്ടണമെന്ന് ഞാൻ പറയുന്നത്. ഇത് ഷെയർ ചെയ്യണം മാക്സിമം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാൻ വയ്യാത്തവരൊക്കെ അറിയട്ടെ. ചിലവര് പുതിയ ഉടുപ്പ് എടുത്തിട്ട് നേരെ കൊണ്ട് കുട്ടിക്കൊക്കെ ഇട്ടങ്ങോട്ട് കൊടുക്കും. പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ ചൊറിച്ചില് അങ്ങനെയുള്ള പല ഇഷ്യൂസ് ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. നല്ലതുപോലെ വൃത്തിയാക്കിയിട്ട് കൊണ്ടുപോകണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടയിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മളോർക്കും നല്ല പുതിയതായിരിക്കും, ഒരു കുഴപ്പം കാണത്തില്ല. അങ്ങനെയല്ല, നമ്മൾ പുതിയ ഉടുപ്പ് ഇപ്പൊ വലിയവരായിക്കോട്ടെ, പുതിയ ഉടുപ്പ് എടുത്താലും ഒന്ന് കഴുകിയിട്ട് വാഷ് ചെയ്തിട്ട് ഇടുന്നത് വളരെ നല്ലതായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പിള്ളേരുടെ ഒന്നും ഉടുപ്പെടുത്തില്ല, ഈ ഷർട്ട് വലിയവരുടെ പാന്റ് ഷർട്ടൊക്കെ ചിലവർ ഇട്ട് നോക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ. പല ആൾക്കാർക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ടെന്ന് ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. പല വിയർപ്പ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ കാണും. അപ്പൊ ഒന്ന് വാഷ് ചെയ്തിട്ട് ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ കുട്ടിയുടെ ഉടുപ്പൊക്കെ നല്ലതുപോലെ തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ മറ്റേ ബേബി ഷാമ്പൂ ഒക്കെ ഇട്ട് നല്ലതുപോലെ കഴുകി നീറ്റാക്കി. ഇനി കുഴപ്പമില്ല, സെറ്റാണ്. ഇനി ഇത് ചെയ്യാനുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേച്ച് മടക്കി നമ്മൾ സെറ്റാക്കി വെക്കുക. എപ്പോഴാണ് ഇതും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് ഓടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളത് സെറ്റാക്കി വെക്കണമല്ലോ, അതിനുവേണ്ടിയാണ്. അപ്പൊ നമ്മൾ എല്ലാ ഉടുപ്പും നല്ലതുപോലെ തേച്ച് മടക്കി സെറ്റാക്കി വെക്കാൻ പോണ്. ഇതിപ്പോ കണ്ടു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലുള്ളവരും വിചാരിക്കും ഇതിനി പണ്ടത്തെ വല്ലതും ഡ്രസ്സാണ്, ഇത് വേറെ വല്ലവരും ഇങ്ങനെ സെക്കൻഡ് ഹാൻഡ് എടുത്ത് ഉടുപ്പാടാ ചുളിഞ്ഞാൽ നമ്മള് വേണ്ടി ഈ ആക്രി വേണ്ടി ഇത് സെക്കൻഡ് ഉടുപ്പൊക്കെ വേണ്ടി കൂട്ടിയിട്ടൊക്കെ വയ്ക്കത്തില്ല. ആ ഒരു സെറ്റപ്പ് കിടന്നു. ഇത് കണ്ട, ഏതെടുത്താലും 10 അങ്ങനെ നടക്കുന്നു. അപ്പൊ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത് തേക്കുമ്പോൾ സെറ്റാണ്. ഇങ്ങനെ കൊച്ചു പിള്ളേരുടെ മണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബി ഷാമ്പൂ കൂട്ടണോ. ഇനി എല്ലാവരും പറയും നീ എന്തിനാ മണപ്പിച്ചെന്ന് ചോദിക്കും. ഞാൻ മണപ്പിക്കും. സാമാന്യം ഷർട്ട് കണക്കൊന്നുമില്ലല്ലോ, എങ്ങനെ തീക്കും. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഏട്ടാ. അച്ചോടാ, കൊച്ചു പിള്ളേരെ തൊടുന്ന കണക്ക് തന്നെയുണ്ട് കൊച്ചു പിള്ളേരുടെ ഉടുപ്പ് എടുത്തിട്ട്. കണ്ട, ഇപ്പം നിവർന്ന് ഗൈസ്, നിവർന്ന്. ഇതെന്താ കഴുകിയപ്പോ ഇതിന്റെ നൂലൊക്കെ പൊട്ടിയ? സർവ്വസാധാരണം. ഇതിപ്പോ ഏത് ആംഗിളിൽ നിന്ന് ഞാൻ മടക്കി തീക്കുമല്ലേ, വിചാരിക്കുന്ന പോലെയൊന്നുമല്ല ഗൈസ്, പാടാണ്. നല്ലതുപോലെ നമ്മൾ സെറ്റായിട്ട് കണ്ട ഇത് കണക്കൊക്കെ തേക്കണം. ഇപ്പൊ ന്യൂ ബേബീസിന്റെ ഡ്രസ്സൊക്കെ തേക്കണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി, ഞാൻ തേച്ച് കണക്കി തരാം. കണ്ട, ഇതിന്റെ കൈ എവിടെ? ബട്ടൺസ് ഒന്നും ഇല്ല കേട്ടാ, കെട്ടി വെക്കുന്ന സെറ്റപ്പ്. ഇത് നോക്കിക്കേ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. വേറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മൾ പാക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഡ്രസ്സൊക്കെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കഴുകി ഇതേ കണക്ക് തന്നെ തേച്ച് മടക്കി സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാനായിട്ടുള്ള സാഹചര്യം അല്ലായിരുന്നു. കഴിഞ്ഞ ദിവസം പെട്ടെന്ന് പോകേണ്ട ഒരു സിറ്റുവേഷൻ കണക്കൊക്കെ വന്നു, പക്ഷെ നമ്മൾ പോയില്ല. അപ്പൊ പിന്നെ ഓർത്ത് എന്തായാലും ഇത് സെറ്റാക്കിയിട്ട് ഒന്ന് കാണിച്ചു തരാന്ന് ഓർത്തു. ഇതിങ്ങനെ മടക്കൂ ഇങ്ങനെ മടക്കൂ എന്നുള്ളൊരു ആലോചനയിലാണ് ഞാൻ. അപ്പൊ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് എന്റെ മടക്കല്ലേ വല്ല തെറ്റുണ്ടെങ്കിൽ മടക്കാൻ അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഇപ്പൊ തൽക്കാലം ഇങ്ങനെയൊക്കെ മടക്കി വിടാം. അയ്വ ദേ അയ്വ 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 നന്നായിട്ട് സെറ്റാക്കി.
പിന്നെ പുറകെ വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ നിർത്തിയിട്ട് തേക്കാം. കണ്ട ഇതിപ്പോ ഇങ്ങനെ അല്ലാ, നമുക്ക് ആദ്യം തൊട്ട് വീണ്ടും തേക്കാം. ഇപ്പൊ പുറകു തേച്ചായിരുന്നു. അതിന്റെ ഒരു നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടാ, പണിയാണ് ഗൈസ്, പണി. ഇപ്പൊ നമ്മൾ ഇങ്ങനെ വെച്ച് നമുക്കിത് ഇങ്ങനെ മടക്കാം. ഇങ്ങനെ മടക്കിയിട്ട് വേണമെങ്കിൽ ഒന്നും കൂടെ ഒരസ് ഇടാം. എന്നിട്ട് ഇങ്ങനെ വീണ്ടും മടക്കിയിട്ട് അപ്പൊ പൊറോട്ടാക്കുള്ള മാവ് സെറ്റ് ആക്കിയിട്ടുണ്ട്. പൊറോട്ടാക്ക് നമ്മൾ അടുക്കിട്ട് മടക്കത്തില്ലേ, അതേ കണക്ക് മടക്കി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് റോസ് പൊറോട്ട. എല്ലാവരും എനിക്ക് വട്ടായിരിക്കുന്നത്, എനിക്ക് ഭ്രാന്താണ്. ഇതൊക്കെ ഒന്ന് തേച്ചിട്ട് വരട്ടെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ്, നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ തേച്ചിട്ട് വരാം. അപ്പൊ അതേ നല്ല അടിപൊളിയായിട്ട് തേച്ച് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വൈറ്റ് ഉടുപ്പാണ്. കുറച്ച് നിവർത്തിയിട്ടൊക്കെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. കണ്ടത് ഇതേപോലെ എല്ലാം തേച്ച് സെറ്റാക്കി മെനയായിട്ട് വെക്കണം. ഇതേപോലെ മടക്കി പലതും പല ആംഗിളിലാണ് കേട്ടോ. ഈ പിള്ളേർ ഉടുപ്പായതുകൊണ്ടാണെന്ന് തോന്നുന്നു കറക്റ്റായിട്ട് ലെവലിലൊന്നും കിട്ടുന്നില്ല. ഇത് കുഴപ്പമില്ല. പിന്നെ ഇതൊരു ഇന്നർ ബനിയൻ സെറ്റപ്പ് ആണ് ഇരിക്കും. ഇതേപോലെ സെറ്റാക്കി മടക്കി എല്ലാം എടുത്ത് കണ്ട നല്ല നീറ്റായിട്ട് കഴുകി അങ്ങോട്ട് സെറ്റാക്കി മടക്കി വെക്കണം. കണ്ട റോസാപ്പൂ പോലെ ഇരിക്കുന്നു. എല്ലാ ചോർക്കും ഞാൻ ലോണ്ട്രിക്കാരനായിരിക്കും. ലോണ്ട്രി 9, 10, 11 എടുക്കും. ഇനി ഇതേ പറ്റിയ ഫുൾ കവറേജ് റോംബർ. അതായത് ഇതിനകത്ത് ഈ ഷൂസ് കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിന്റെ റിവ്യൂ ചെയ്തായിരുന്നു. ഈ ഷൂസും കാര്യങ്ങളൊക്കെയുള്ള കാലൊക്കെ, ഷൂസ് അല്ലല്ലോ, ഈ കാലൊക്കെ ഫുൾ കവർ ചെയ്ത് വരുന്ന ഇത് ഇതിൽ കൂടെ കയറ്റും എന്നാണ് ഡൗട്ടെങ്കിൽ കാണിച്ചു തരാം. ഇതിന്റെ അടിയിൽ തുളയുണ്ട്. ഇതെന്താ, ഇതിൽ കൂടെ നമ്മൾ ഇതിൽ കൂടെ കയറ്റും. നമ്മുടെ ഇതാ കളി. കണ്ട ഇതിൽ കൂടെ കയറ്റും നമ്മൾ. വൺ സെറ്റപ്പ്. അതാകുമ്പോ അറിയത്തില്ല, ബട്ടൺസ് ഉണ്ട്. ഭയങ്കര സെറ്റപ്പ് ആട്ടെ. ഇങ്ങനെ ബട്ടൺസ് ഒക്കെ ഇടാൻ നേരത്തെ അറിയത്തില്ല ഇത് എവിടെയാണ്, ഇതിൽ കൂടെ കയറി ഇതിന്റെ ബട്ടൺസ് എവിടെയെന്നൊക്കെ. കണ്ട പിന്നെ അല്ലാണ്ട് അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി ഓടാൻ വേണ്ടി പോയതാ ചെറിയൊരു വയറുവേദന എടുത്തപ്പോ. പിന്നെ അന്ന് നമ്മൾ തേച്ചൊന്നും ഇല്ലായിരുന്നു. ഇത് ഉൾപ്പെടെയൊക്കെ എടുത്തോണ്ട് പോകാന്നുള്ള ഐറ്റപ്പായിരുന്നു. പിന്നെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇരുന്നോണ്ട് പിന്നെ നമ്മൾ ഓർത്ത് എല്ലായിടത്തും നമുക്ക് സെറ്റാക്കി വെക്കാം. കഴുകിയെല്ലാം സെറ്റാക്കി വെച്ചേക്കുമായിരുന്നു. പക്ഷെ നമ്മൾ തേച്ച് മടക്കിയൊന്നും ഇല്ലായിരുന്നു. ഇന്നാട്ടെ എന്നും പറഞ്ഞ് നാളെയായി കുറെ നാളെയാകും. അതിനെക്കാട്ടും എല്ലാം വല്ല പണിയൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ കാലത്തെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ സമയമാകുമ്പോൾ കിടന്ന് വെപ്രാളപ്പെടണ്ട. ഇത് തേച്ച് കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് തോന്നുന്നു. ഇത് ഉരുകും ചിലപ്പോൾ, പ്ലാസ്റ്റിക്. ഇത് തേക്കണ്ട എന്നാണ് എന്റെ ഡൗട്ട്. പൊറോട്ട അടിക്കുന്നത് പഠിക്കാം. ഇത് കണ്ട നമ്മൾ ഇത് എന്താ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ലവ് കിടക്കുന്നത് എനിക്കൊന്ന് ഈ പ്ലാസ്റ്റിക്കിന്റെ എന്തോ ഡിസൈൻ ആണെന്ന് തോന്നുന്നു. പ്ലാസ്റ്റിക് അല്ല, അങ്ങനത്തെ എന്തോ ഒരു സെറ്റപ്പാ. ചിലപ്പോൾ നമ്മൾ ഇത് ഇതാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. ചൂടടിച്ച് ചിലപ്പോൾ ഉരുകിപ്പോയി കഴിഞ്ഞാൽ വീണ്ടും മേടിക്കാൻ പൈസ ഇല്ല. ഇതിങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അണ്ടങ്ങി അവിടെ ഇരുന്നു. ഇതൊക്കെ ഹൈ ക്വാളിറ്റി നമ്മൾ അതേ കണക്കത്തെ സാധനം തന്നെയാണ്. അയ്യോ മടക്കിയിരിക്കുന്നു. ഇതിപ്പോ ഈ കൈ ഇവിടെ കൊണ്ട് പോകും. കൈ ഇതിന്റെ ഇടയിലോട്ട് ഇട്ടു. സെറ്റ് വേണ്ട, അവിടെ അടങ്ങിയിരുന്നു. അപ്പൊ ഏകദേശമൊക്കെ നമ്മൾ നല്ല രീതിയിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഷഡ്ഡിങ് എടുത്ത് തേക്കട്ടെ. അയ്യോ ഇത് ഷഡ്ഡിയല്ലേ, ഷഡ്ഡിയല്ല, കുഞ്ഞു സ്നഗ്ഗി. കുഞ്ഞു കുണ്ടിയുടെ സ്നഗ്ഗി തേക്കണേ. ഇത് കണ്ട രണ്ട് വലിയ സ്പൈഡർമാൻ സ്പൈഡർമാൻ. അപ്പൊ ഇതെല്ലാം കൂടെ അടുക്കി എടുത്തിട്ട് ഒരു കവറിനകത്താക്കി കയറ്റി കഴിഞ്ഞു.
ഇല്ല ചുളുങ്ങത്തൊന്നുമില്ല, നമ്മള് മടക്കിയല്ലേ ചെയ്യുന്നത്. ശരിയൊക്കെ ചുളുങ്ങുമായിരിക്കും. കണ്ട, ഇത് നല്ല അടിപൊളിയായിട്ട് നമ്മളൊരു കവറിനകത്താക്കി സെറ്റാക്കി മടക്കി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കവറിന്റെ പാക്കറ്റിന്റെ ഇത് കുറയ്ക്കാൻ വേണ്ടിട്ട്, അല്ലാണ്ട് വലിച്ചു വാരി എല്ലാത്തിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ ബോക്സ് നിറഞ്ഞിരിക്കും. നമ്മൾ ഗൾഫിൽ നിന്ന് വരുന്ന കണക്കിരിക്കും, അത് പാടില്ല.